എന്തോ എഴുതുന്നുണ്ട്. അത് ആ മെമ്പർ അവനവിടുത്തെ വലിയ റൗഡി, അവനെ വണ്ടി നടന്നെടുത്ത് മണ്ണിൻ്റെ കാശ് മേടിക്കുന്നത്. മറ്റേ അതിൻ്റെ പ്രതിവേഷം കിട്ടത്തില്ല. ആ കളവനെ ആ മുമ്പിൽ അതിന് തയ്ക്കുന്നുണ്ടോ? ഉണ്ടോ 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 കണ്ടടിക്കുന്നുണ്ടോ? അവന്മാർ കൂട്ടം ചെയ്യാൻ അടിക്കുന്നുണ്ടോ? എൻ്റെ വരുമാനം അടിക്കുക. ഇത് ആ കളവൻ അമ്മായിപ്പനെ കേട്ടോ. ഉണ്ടോ ആ കളവനെ ഉപദ്രവിക്കുന്നുണ്ടോ? ഉണ്ടോ 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 അതിൻ്റെ വയസ്സിൽ നിന്ന് മനുഷ്യനാണ്. നമസ്കാരം. പത്തനംതിട്ടയിൽ CPM ഗുണ്ടായിസം. വർഷങ്ങളായി വാടക നൽകാതെ ഉപയോഗിച്ചിരുന്ന കടമുറി ഒഴിയാൻ ആവശ്യപ്പെട്ട ഉടമസ്ഥർക്ക് നേരെയാണ് CPM ആക്രമണം അഴിച്ചുവിട്ടത്. CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ത്രീ ഉൾപ്പെടെ 4 പേരെ മർദ്ദിച്ച് അവശരാക്കിയെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സഖാക്കൾ കടമുറിയുടെ ഉടമയെയും കുടുംബത്തെയും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. എന്തോ എഴുതുന്നുണ്ട്. അത് ആ മെമ്പർ അവനവിടുത്തെ വലിയ റൗഡി, അവനെ വണ്ടി നടന്നെടുത്ത് മണ്ണിൻ്റെ കാശ് മേടിക്കുന്നത്. മറ്റേ അതിൻ്റെ പ്രതിവേഷം കിട്ടത്തില്ല. ആ കളവനെ ആ മുമ്പിൽ അതിന് തയ്ക്കുന്നുണ്ടോ? ഉണ്ടോ 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 കണ്ടടിക്കുന്നുണ്ടോ? അവന്മാർ കൂട്ടം ചെയ്യാൻ അടിക്കുന്നുണ്ടോ? എൻ്റെ വരുമാനം അടിക്കുക. ഇത് ആ കളവൻ അമ്മായിപ്പനെ കേട്ടോ. ഉണ്ടോ ആ കളവനെ ഉപദ്രവിക്കുന്നുണ്ടോ? ഉണ്ടോ 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 അതിൻ്റെ വയസ്സിൽ നിന്ന് മനുഷ്യനാണ്. പത്തനംതിട്ട തെങ്ങമയിലാണ് ഇത്തരത്തിലൊരു ക്രൂരമായ സംഭവം അരങ്ങേറിയത്. കടമുറിയുടെ ഉടമസ്ഥയായ അനിത, ഭർത്താവ് ലതീഷിന്റെ പിതാവ് സദാശിവൻ, അനിതയുടെ പിതാവ് രവി എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. തെങ്ങമം ഏരിയ സെക്രട്ടറി അനുസി, പാർട്ടിക്കാരനും വാർഡ് മെമ്പറുമായ വിനേഷ്, ധൻരാജ് എന്നിവർ ചേർന്നാണ് ഇവരെ മർദ്ദിച്ചതെന്നാണ് പരാതി. 3 വർഷത്തിലധികമായി CPM നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തിപ്പിനായി വാടകയ്ക്കെടുത്തതാണ് കടമുറി. എന്നാൽ കോവിഡ് കാലത്ത് അടച്ചുപൂട്ടിയ സ്ഥാപനം വർഷങ്ങളായി വാടകയും നൽകുന്നില്ല. ഇതിനെതിരെ പരാതി നൽകിയിട്ടും ഫലമുണ്ടാകാതെ വന്നതോടെയാണ് കടമുറി ഒഴിയാൻ ആവശ്യപ്പെട്ടത്. ഇതോടെ അക്രമികൾ ഉടമസ്ഥർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. വയോധികരുൾപ്പെടെയുള്ളവരെ ക്രൂരമായി മർദ്ദിച്ചു. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.